ദൈവനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഇങ്ങനെ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതുകൊണ്ട് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ അവർക്ക് ദൈവം കൊടുത്ത കൃപയുടെ ശക്തിയിൽ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു വേദിയിലാണ് തിരുവെഴുത്തുമായി ഞാൻ നിൽക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം ഹൃദയത്തിലുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലം ഉള്ള ഈ സമയത്ത് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും അറിയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദിവ്യ സ്വഭാവം ദൈവസഭയിൽ എന്നുള്ളതാണ്. തിരുവെഴുത്തിലെ ആശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി അധികം കാര്യങ്ങൾ പറയുന്നില്ല എങ്കിലും ചെറിയ ഇടവേളയിലെ ഒരു ചെറിയ പഠനം കൊണ്ട് ദൈവം ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത പൊതുവായി പറഞ്ഞ് ആരംഭിക്കട്ടെ. ലോകത്തിൽ, കേരളത്തിൽ നിരവധി സഭാവിഭാഗങ്ങൾ നിലവിലുണ്ട്. എന്നാൽ തിരുവെഴുത്തിലെ നിർമ്മല സത്യങ്ങൾക്കൊത്തവണ്ണം നിലനിൽക്കുന്ന ഉപദേശവും നിലനിൽക്കുന്ന പ്രാദേശിക സഭകളും നമ്മുടേതാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല. അങ്ങനെ ഒരു തിരുവെഴുത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ദൈവസഭയിൽ നിൽക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ നമ്മോടുള്ള കൃപയാണ്. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലം സഭയുടെ അംഗങ്ങളായിരുന്നു കൊണ്ട് ഈ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മോട് കാണിച്ച കൃപയും കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്രത്തോളം ഇനിയും പ്രയോജനപ്പെടേണ്ടവരാണ് എന്ന ചിന്തയും ദൈവം നമുക്ക് തരുന്നു എന്നുള്ളത് ഈ ചെറിയ പഠനത്തിൻ്റെ ഭാഗമായി ഹൃദയത്തിൽ വന്ന ചിന്തയാണ്. അത് നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം പരാമർശിക്കുക എന്നുള്ളതല്ല ഈ വിഷയത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങൾ പ്രാദേശിക സഭകളിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൈവജനത്തിൻ്റെ സ്വഭാവത്തിലൂടെ, ജീവിതത്തിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് സൂചിപ്പിച്ചു പോകുക എന്നത് മാത്രമാണ് ഹൃദയത്തിലെ ലക്ഷ്യം. അതിനുവേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവ സ്വഭാവത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് പരാമർശങ്ങൾ പറഞ്ഞേ ഒക്കൂ. ആ പരാമർശത്തിൻ്റെ കാരണം ഇത് മനുഷ്യനോട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ രീതിക്കനുസരിച്ച് മാറുന്നതല്ല ദൈവത്തിൻ്റെ സ്വഭാവം. അതിന് ആ സത്യം വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വഭാവത്തിനും വിശ്വസ്തതയ്ക്കും ഒരു കാലത്തും മാറ്റമില്ല. മോശയുടെ ആഗ്രഹമനുസരിച്ച് ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നിടത്ത് പുറപ്പാട് 34 ദൈവ സ്വഭാവങ്ങളുടെ ഒരു വർണ്ണന തന്നെ നാം കാണുന്നുണ്ട്. അങ്ങനെ ആ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ് എന്ന ചിന്തയും നമുക്കവിടെ തരുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അത് ഇങ്ങനെയാണ്: എല്ലാ ദാനവും, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്ന് പറഞ്ഞാൽ വികാരങ്ങൾക്കനുസരിച്ച് മാറ്റമുള്ളവനല്ല ദൈവം. മനുഷ്യരുടെ രീതിക്കനുസരിച്ചോ ലോകത്തിൻ്റെ ക്രമത്തിനനുസരിച്ചോ ഒന്നും ദൈവ സ്വഭാവത്തിന് മാറ്റമില്ല. അതാണ് യാക്കോബ് ദൈവ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം:
അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ഇവിടെ പ്രഖ്യാപിക്കുന്ന സത്യം, മനുഷ്യൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെയോ വിശ്വസിക്കാത്തതിൻ്റെയോ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രീതിക്കനുസരിച്ച് ആ വ്യക്തി വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ, സ്വർഗത്തിലെ കർത്താവ് തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് പൗലോസിലൂടെ നമുക്ക് ലഭ്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു നിലയിലും വ്യത്യാസമില്ല. 2 തിമോത്തിയോസ് 2:13 വാക്യം: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം ഒരു കാലത്തും മാറ്റമുള്ളതല്ല. എന്നിട്ട് ഈ ദൈവ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിന് മാറ്റമില്ലെന്ന് പറഞ്ഞിട്ട് തിരുവെഴുത്തിൻ്റെ രേഖകൾ, അതിൻ്റെ ക്രമീകരണം വർദ്ധിച്ചു വരുംതോറും ഓരോ ഭാഗങ്ങളിലും ദൈവ സ്വഭാവത്തെക്കുറിച്ചും ദൈവിക രീതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ചൊരു പരാമർശം പത്രോസ് അപ്പസ്തോലൻ തൻ്റെ 2-ാം ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ വാക്കാണ് നമ്മുടെ ചിന്തയുടെ ആധാരമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കും. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം: ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾക്ക് കൂട്ടാളികളാക്കി നമ്മളെ തീർത്തിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തി തരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത്, നാം ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ രീതികൾക്കും ഒരിക്കലും മാറ്റമില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം, വികാരങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം, നമ്മുടെ അവിശ്വാസം നിമിത്തമോ നമ്മുടെ അവിശ്വസ്തത നിമിത്തമോ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ വ്യത്യാസം വരാത്ത സ്വഭാവമുള്ള ദൈവത്തിൻ്റെ സൽസ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. അതിൻ്റെ കൂട്ടാളികളാണ് നാം. ആ അർത്ഥത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത കടന്നു പോകുന്നത്. അവിടെ നാം മനസ്സിലാക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ഈ ദിവ്യ സ്വഭാവം ദൈവസഭയിലാണ് ദൈവം അധികമായി പ്രകടമാക്കിയിരിക്കുന്നത്. ഈ കൃപായുഗത്തിൽ, സഭായുഗത്തിൽ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാദേശിക സഭയുടെ അംഗമായി സ്നാനത്താൽ ചേർത്തുകൊണ്ട് ആ വ്യക്തിയും ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭയിലാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. അത് വ്യക്തികളിലൂടെ തന്നെയാണ്. അങ്ങനെ വെളിപ്പെടുത്തി ദൈവം തൻ്റെ സഭയെ ലോക സമൂഹത്തിൻ്റെ മുമ്പാകെ നിർത്തിയിരിക്കുന്നത് ദൈവ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി, ദൈവ സ്വഭാവം സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മിലൂടെ, സഭയിലൂടെ വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ്. ആ വിധത്തിൽ നമ്മുടെ ചിന്തയുടെ ആഴം കടന്നുപോയാൽ നമ്മുടെ ആത്മീക ജീവിതവും ശുശ്രൂഷ ജീവിതവും ആരാധനാ ജീവിതവും സാക്ഷ്യ ജീവിതവും എല്ലാം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടതും ദൈവമഹത്വത്തിന് കാരണമായി തീരുന്നതുമായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതിലെ ചില ആശയങ്ങൾ 1-2 സ്ഥലത്ത് പറയുകയും ഉണ്ടായി. എന്നാൽ ആ ചിന്തകളിലൂടെ കടന്നു പോയപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് തൻ്റെ സഭയെക്കുറിച്ചുള്ള കാര്യപരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുവാനിടയായി. ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യം തുറന്നു പറയാം. കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ
ഈ സത്യം കുറച്ചും കൂടെ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ തൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുവാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന സത്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. സഭ എന്ന വാക്കിനെക്കുറിച്ച് സഭയുടെ വിശദീകരണങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് സഭ എന്താണ്, എങ്ങനെയാണ്, അതൊന്നുമല്ല പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആശയമുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ എക്ലീസിയ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതിന് ഒരല്പം കൂടെ വിശദീകരണം ദൈവദാസന്മാർ നൽകുന്നുണ്ട്. ആ വിശദീകരണം ഇതാണ്: ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമെന്നാണ് സഭയെക്കുറിച്ച് അല്പം വിശദമായി പറയുന്നത്. ആ പ്രത്യേക ഉദ്ദേശം ദൈവം തൻ്റെ ഹൃദയത്തിൽ എടുത്ത ഒരു തീരുമാനം, ഒരു ഉദ്ദേശം, ആ ഉദ്ദേശം വെളിപ്പെടുത്തേണ്ടതിന് വിളിച്ച് വേർതിരിച്ച ഒരു കൂട്ടം ആളുകളാണ് നാം, അഥവാ വിശ്വാസികൾ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം? അതാണ് പത്രോസ് അപ്പോസ്തലനിലൂടെ നമ്മോട് പറയുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ അനേക ആഗ്രഹങ്ങളിൽ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലെ അനേക ഇഷ്ടങ്ങളിൽ വളരെ ഗൗരവമുള്ളതും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നതും ദൈവം അതിനുവേണ്ടിയാണ് നമ്മെ ക്രമീകരിച്ചിരിക്കുന്നതും വിളിച്ചിരിക്കുന്നതും എല്ലാ നന്മകളും തന്ന് നിലനിർത്തുന്നതും ഇന്നും ജീവനോടെ ശേഷിക്കാൻ അനുവദിക്കുന്നതും നിത്യതയിൽ എത്തുവോളം നമ്മെ ചുമക്കുന്നതും എല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഇതെല്ലാം ഉള്ളപ്പോഴും സ്വർഗത്തിലെ കർത്താവ് നമ്മെ ഉള്ളംകൈയിൽ വഹിച്ചുകൊണ്ട് നടത്തുന്നതിൻ്റെ പ്രഥമ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലൂടെ, സ്ഥലം സഭകളിലൂടെ പ്രകടമാകുക എന്ന ലക്ഷ്യത്തിലാണ്. ആ ലക്ഷ്യം കൈവരിച്ച സഭകളുണ്ട്, ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സഭകളുണ്ട്, ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവജനമുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവോദ്ദേശത്തിനായി വിളിക്കപ്പെട്ട നാം ആ ഉദ്ദേശം നിറവേറ്റുന്ന കാര്യത്തിൽ ഉത്സാഹമുള്ളവരായി നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായവും ദൈവകൃപയും നമ്മുടെ മേൽ ചൊരിഞ്ഞ് കർത്താവ് ഓരോ ദിനങ്ങളിലും നടത്തുന്നു. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആത്യന്തികമായി പറയട്ടെ, ഒന്ന് രണ്ട് പഴയ നിയമ സൂചനകളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ദൈവമിട്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ ശത്രു അതിനെതിരെ നിന്നിട്ടുണ്ട്. ഭൂമിയുടെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, ഇസ്രയേലിൻ്റെ ക്രമീകരണം, ഇതെല്ലാം നാം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെയൊക്കെ ശത്രു ദൈവം നിർത്തിയ ആളുകളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ അവൻ ജയിച്ചിട്ടുമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് യാതൊരു വ്യത്യാസവുമില്ല. സഭയുടെ ക്രമീകരണത്തിൻ്റെ ഭാഗമായി സഭ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സഭാ ക്രമീകരണം സ്വർഗം കൊണ്ടുവരുമ്പോൾ അതിന് ചേർന്ന് തന്നെ ശത്രുവിൻ്റെ പ്രവൃത്തിയും ഉണ്ട് എന്ന സൂചന തരികയും ആ ശത്രു വിജയിക്കില്ല എന്ന് നമുക്ക് ധൈര്യം തരികയും ചെയ്തുകൊണ്ടാണ് സഭയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി പറയട്ടെ, എനിക്കും നിങ്ങൾക്കും പരാജയമുണ്ടായാലും ഞാനും നിങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരം കാത്തു സൂക്ഷിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ദൈവ പദ്ധതിക്കനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും നിലനിർത്തി കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് കരണീയം. അത് മാത്രമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. അതിന് സർവകൃപാലുവായ കർത്താവ് കൃപ തരും, സംശയമൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഭക്തരായ വിശ്വാസികൾ കൃപയിൽ ശരണപ്പെട്ട് അവരുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോയതുപോലെ നമുക്കും സാധിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും സാധിക്കും. ദൈവം കൃപ തരും. അപ്പോൾ സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം ഈ വിഷയത്തിൽ എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്, ദൈവം ഇങ്ങനെ വേർതിരിച്ച സമൂഹത്തിൽ
ദിവ്യ സ്വഭാവമാണ് ദൈവം പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ സ്വഭാവങ്ങൾ? അതിൽ ചിലതിലൂടെ ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം പരിശോധിച്ചാൽ പല ആശയങ്ങൾ ചിന്തിക്കാൻ കഴിയും. അതിലൊരു 2-3 ഒന്ന് സൂചിപ്പിച്ചിട്ട് കർത്താവിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം നമുക്ക് ജീവിക്കാനും പ്രയോജനപ്പെടുവാനും കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ കർത്താവ് നമ്മോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ സ്വഭാവ വിശേഷങ്ങൾ നമ്മിൽ പ്രകടമാകണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ആ സ്വഭാവങ്ങളിൽ ഒരു 2-3 പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആ ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിൽ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവം, ആ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം പലതുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാണ് അവർ തമ്മിലുള്ള ഐക്യത. ആ സ്വഭാവം നമ്മിലൂടെ പ്രകടമാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നാണ് അന്യോന്യ ബഹുമാനം, അല്ലെങ്കിൽ മഹത്വം അന്യോന്യം കൊടുക്കുക. അതും ദൈവസഭയിൽ പ്രകടമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതും ദൈവസഭയിലൂടെ പ്രകടമാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അതിലെ ഒന്നാമത്തെ ആശയം മാത്രം ചില വാക്കുകളിലൂടെ ഒന്ന് പറഞ്ഞുപോയി. അധികം വിശദീകരണം തരാതെ നിങ്ങളുടെ പഠനത്തിനായി വിട്ടുതന്ന് വാക്കുകൾ ഉപസംഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, ദിവ്യ സ്വഭാവങ്ങളിൽ ഒന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യതയാണ് എന്ന്, അല്ലെങ്കിൽ തുല്യതയാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിന് ഞാൻ 1-2 വാക്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അതിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 10-ാം വാക്യത്തിലും ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? അപ്പോൾ അവിടെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ, ഐക്യതയെ, തുല്യതയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് മഹാദൈവത്തെ വെളിപ്പെടുത്തി തന്ന സമയത്ത് പിതാവും പുത്രനും തമ്മിലുള്ള ശക്തിയേറിയ ബന്ധത്തെ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഒന്നാകുന്നു, ഐക്യതയിൽ ഒന്നാണ്. ഈ സത്യം വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സഭയിലൂടെ ആ ദിവ്യ സ്വഭാവം, ത്രിയേക ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവം ദൈവസഭയിൽ പ്രകടമാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ലക്ഷ്യങ്ങൾ ആയിരുന്നു എന്ന് തിരുവെഴുത്തിൻ്റെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെയും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രയോഗം പഴയ നിയമത്തിലുണ്ട്. അത് ചിന്തിച്ചിട്ട് ആ പ്രയോഗം പുതിയ നിയമത്തിൽ സ്ഥലം സഭയോട് ബന്ധപ്പെട്ട്, സഭകളോട് ബന്ധപ്പെട്ട് ദൈവജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ തന്നെ സംഭവിച്ചതായി നമുക്ക് തിരിച്ചറിയാം. അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്, അവരിലൂടെ പ്രകടമാക്കുവാൻ ദൈവം പദ്ധതിയിട്ടതാണ്. സഖറിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. നാം സാധാരണ മിക്കവാറുമൊക്കെ ആരാധനയോട് ബന്ധപ്പെട്ട് വായിക്കുന്ന ഒരു വാക്യമാണത്: വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. അപ്പോൾ ഇവിടെ ഒരു പ്രവചന വാക്യമാണ്. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ആ പറയുന്ന കാര്യം നിറവേറ്റപ്പെടുന്നത് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്.
ആ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ആ പരാമർശത്തിൻ്റെ ഒരു പ്രത്യേകത പറയാൻ ആഗ്രഹിക്കുന്നു. ആ പ്രത്യേകത നാം ശ്രദ്ധിക്കുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യതയും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും അവരുടെ തുല്യതയും എല്ലാം നമുക്ക് അല്പം കൂടെ ചിന്തനീയമായി മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഗത്സമനയിലെ പ്രാർത്ഥനയ്ക്കായി പോകുന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ വായിക്കുന്ന ആ ഭാഗത്ത് ഈ പ്രവചന വാക്യം എടുത്തിട്ട് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. അത് പത്രോസ് അതിന് മറുപടിയായി കൊടുക്കുകയാണ്. 31-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പിതാവിൻ്റെ അരുളപ്പാടനുസരിച്ച് പുത്രൻ ആ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് ഗത്സമനയിൽ വെച്ച് നെടുമ്പാട് വീണുകിടന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നതായി മനസ്സിലാക്കുന്നു. ആ പ്രാർത്ഥനയിലെ വാചകം ഇങ്ങനെയാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ പിതാവ് പറയുന്നു, എൻ്റെ കൂട്ടാളിയുടെ നേരെ വെട്ടുക. ആ കൂട്ടാളിയായ പുത്രൻ പറയുന്നു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹത്തെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തയ്യാറാകുകയാണ്. അവരുടെ ബന്ധത്തിൻ്റെ ആഴം അവിടെ പ്രകടമാകുകയാണ്. പിതാവ് പുത്രനെ വിളിക്കുന്നത് കൂട്ടാളി എന്നാണ്. പുത്രൻ കടന്നു പോകുന്ന വേദനയുടെ നിമിഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിതാവ് അത് പറയുന്നത്. അതിനോട് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് കർത്താവ് പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുകയാണ്. അപ്പോൾ സംബോധന കൂട്ടാളിയെന്ന്, ആ കൂട്ടാളിയെന്ന് തുല്യമായി പുത്രനെ വിളിക്കുമ്പോൾ, തൻ്റെ സ്ഥാനത്തിനൊത്തവണ്ണം പുത്രനെ വിളിക്കുമ്പോൾ ആ പുത്രൻ തത്തുല്യനാണെങ്കിലും അപ്പോൾ തന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നതായി നാം വായിക്കുന്നു. ഇതേ സ്വഭാവം, ഇതേ രീതി നമുക്ക് പുതിയ നിയമത്തിൽ ദൈവസഭയോട് ബന്ധപ്പെട്ട് കാണാം. അത് ഒരു പ്രത്യേക പരിതസ്ഥിതിയിലാണ് ആ പേര് ഉപയോഗിക്കുന്നതും. ഇതേ മാതൃക കർത്താവ് കാണിച്ച അതേ മാതൃക പിതാവ് പുത്രനെ വിളിച്ചതുപോലെ ശിഷ്യന്മാർ തങ്ങളുടെ കൂടെയുള്ളവരെ സംബോധന ചെയ്യുന്നതായി വെളിപ്പെടുത്തുന്ന വാക്യം പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. 24-ാം വാക്യം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. ആ പ്രാർത്ഥനയിലേക്ക് ഞാൻ കടക്കുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് 1-2 വാക്കുകൾ പറയട്ടെ. ഇവിടെ പിതാവായ ദൈവം പുത്രനെ വിളിച്ചത് കൂട്ടാളി എന്നാണ്. ആ കൂട്ടാളി എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. സ്വന്തം എന്ന അർത്ഥമുണ്ട്, ഒരുവൻ്റെ മാത്രമായത് എന്ന അർത്ഥമുണ്ട്, സഹപ്രവർത്തകൻ എന്ന അർത്ഥമുണ്ട്, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകർ എന്ന അർത്ഥമുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങൾ ആ വാക്കിനുണ്ട്. ഏത് വിധത്തിലായാലും കൂട്ടാളി എന്നാണ് പിതാവ് പുത്രനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ആ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണത്തിൽ പുത്രൻ്റെ നിലവിളിയാണ് നാം കേൾക്കുന്നത്. ലൂക്കോസും എബ്രായ ലേഖനത്തിലും അതിൻ്റെ വിശദീകരണങ്ങൾ, ഗത്സമനയിലെ പ്രാർത്ഥനയുടെ വിശദീകരണങ്ങൾ തരുന്നിടത്ത് നമുക്കതറിയാം. എന്നാൽ ഇവിടെ നാം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ അല്പം ഉന്നത സ്ഥാനീയരായിട്ടാണ് ആ ഘട്ടത്തിൽ നിന്നിട്ടുള്ളത്. പക്ഷേ അവരുടെ പ്രവർത്തനത്താൽ വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികൾ അവരെ വിളിക്കുന്നത് കൂട്ടാളികൾ എന്നാണ്. തത്തുല്യമായിട്ട് കാണുകയാണ്. ഒരു വ്യത്യാസവും അവരുടെ സ്വഭാവത്തിൽ വരുന്നില്ല. അപ്പോസ്തലന്മാർ 12 പേരും അവിടെയുള്ള അന്നത്തെ വിശ്വാസികളെ എല്ലാം ഒരുമിച്ച് പറയുന്ന വാക്ക് കൂട്ടാളികൾ എന്നാണ്. കൂട്ടാളി എന്നാണ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അതേ സ്വഭാവം, പുത്രൻ്റെ അതേ സ്വഭാവം അപ്പോസ്തലന്മാരിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. ആ ദിവ്യ സ്വഭാവം അപ്പോസ്തലന്മാരിലേക്ക്, ആ സ്വഭാവം സഹവിശ്വാസികളിലേക്ക്
ഒരു വ്യത്യാസവും അവരവിടെ കാണുന്നില്ല. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, പക്ഷേ സ്ഥലം സഭയിലെ സഹവിശ്വാസികളെ ഒരേ നിലയിൽ കാണുന്നു. പിതാവ് പുത്രനെ ഒരേ നിലയിൽ കാണുന്നത് പോലെ അപ്പസ്തോലന്മാർ സഹവിശ്വാസികളെ അതേ നിലയിൽ കാണുകയാണ്. അവർ സംബോധന ചെയ്യുകയാണ്, കൂട്ടാളികൾ. എന്നാൽ സക്രിയ പ്രവചനത്തിലെ വാക്യം നിവൃത്തീകരിക്കപ്പെടുമ്പോൾ കർത്താവ് നിലവിളിക്കുന്നതായി നാം വായിച്ചല്ലോ. ഈ പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലും അതേ സ്വഭാവം നമ്മൾ കാണുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ ഗത്സമനയിലെ പ്രാർത്ഥനയുടെ മറ്റൊരു പതിപ്പാണ്. ഇടയനെ വെട്ടുകയാണ്, അത് സംഭവിക്കും, സംശയമൊന്നുമില്ല. അതേപോലെ കർത്താവിൻ്റെ വചനപ്രകാരം അറുക്കുവാനുള്ള ആടുകളെപ്പോലെ എണ്ണുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് ശിഷ്യഗണം വന്നു. തിരുവെഴുത്തിൻ്റെ നിവൃത്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരും അതുപോലെ ഒരു തിരുവെഴുത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വഭാവം ഇവരിലേക്ക് പകരപ്പെട്ടു എന്നുള്ളത് തെളിമയോടുകൂടെ നമുക്ക് കാണാൻ കഴിയും. ആ വാക്യം ഇങ്ങനെയാണ്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ന് പറഞ്ഞ് 2-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് അവർ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടന്ന കാര്യമായി 27-ഉം 28-ഉം വാക്യങ്ങളിൽ പറയുന്നത് ഈ വാക്യം, പിതാവേ, കർത്താവിൻ്റെ കാലത്ത് നിറവേറി, ഞങ്ങൾക്ക് ചില നാളുകൾക്ക് മുമ്പ് അത് നിറവേറിയതായി ഞങ്ങൾ കണ്ടു. ഇപ്പോൾ അങ്ങയുടെ ദാസനെതിരെ അന്നവർ ചെയ്തതുപോലെ 29-ാം വാക്യം, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കേണമേ. ഇവരൊരുമിച്ചങ്ങ് ചെന്ന് കൂട്ടാളികളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പോയി സുവിശേഷം പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചതല്ലേ എന്നല്ല പറഞ്ഞത്. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, നിന്റെ ദാസനായ കർത്താവിന് സംഭവിച്ചത് നിന്റെ വാക്കുപോലെയാണ്. ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് നിന്റെ വാക്കിൻ്റെ നിവൃത്തീകരണമാണ്. അതുകൊണ്ട് കർത്താവെ, പ്രശ്നം പരിഹരിച്ചു തരണം എന്നല്ല, ഈ പ്രശ്നത്തിൻ്റെ മേൽ അവിടുന്ന് കൃപ ചൊരിഞ്ഞ് അങ്ങയുടെ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഗത്സമനയിലെ പ്രാർത്ഥന ഒന്ന് ഓർത്തേ. അവിടെ കർത്താവ് എന്താ പറയുന്നത്? ഈ പാനപാത്രം നീക്കാൻ നിനക്ക് കഴിയും, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരിക്കലും പ്രതിസന്ധി മാറ്റാനല്ല, ദൈവിക ഉദ്ദേശം മാറ്റാനല്ല കർത്താവ് പ്രാർത്ഥിച്ചത്, മറിച്ച് ദൈവേഷ്ടം നിറവേറാനാണ്. ഈ അപ്പസ്തോലന്മാർക്ക്, അന്നത്തെ വിശ്വാസികൾക്ക് ആ ദിവ്യ സ്വഭാവം ലഭിച്ചിരിക്കുന്നു. അവർ പ്രശ്നങ്ങൾ മാറ്റാനല്ല പ്രാർത്ഥിച്ചത്, അതിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ അതേ സ്വഭാവം ഇവിടെ വിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂട്ടാളി എന്ന സംബോധനയും ആ പ്രാർത്ഥനയിലൂടെയും അവരുടെ ഒരു മനസ്സ്, ഐകമത്യം, തുല്യത എല്ലാം പ്രകടമാകുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമുക്കൊക്കെ സ്ഥലം സഭകളിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട്. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അത് നാം ചെയ്തേ പറ്റൂ. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത ദൈവജനത്തിൻ്റെ നടുവിൽ, അത് ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയിൽ അങ്ങനെ തന്നെ പ്രകടമായി. പ്രിയമുള്ളവരെ, ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. തൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രകടമാകണം. അന്യോന്യ ബന്ധത്തിൽ, അന്യോന്യ സംബോധനയിൽ, പ്രാർത്ഥനയിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാം ആ ഒരുമിപ്പിക്കൽ, ആ ഒരുമനപ്പെടൽ, ആ ഐക്യത, അത് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ നമുക്ക് ധൈര്യമായി പറയാം, എന്നിൽ, നമ്മുടെ സ്ഥലം സഭകളിൽ ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടമാകുന്നു. ഞാൻ പല ദൈവദാസന്മാരെയും, മുൻകാല ദൈവദാസന്മാരെയും നേരിട്ട് കണ്ടിട്ടില്ല. അവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിച്ചും മറ്റുള്ളവർ പറഞ്ഞുമൊക്കെയാണ് പലതും എനിക്ക് അറിവുള്ളത്. എന്നാൽ അവരുടെയൊക്കെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളപ്പോൾ, ഈ കോട്ടയം ജില്ലയിലാണെങ്കിലും ആദിമകാല കൺവെൻഷനും പരസ്യയോഗവും പ്രവർത്തനങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളിടത്തോളം ഏത് പ്രതിസന്ധിയുടെ നടുവിലും എല്ലാവരും ഒറ്റക്കെട്ടായി
ആ ദൈവത്തിൻ്റെ സ്വഭാവം, ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കി ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അന്ന് നമ്മുടെ സഭകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് നിലനിന്നു. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നാം എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആ ഐക്യതയും തുല്യതയും ഹൃദയഭാരവും അതേപോലെ ആദിമസഭയിൽ വെളിപ്പെട്ടു. നമ്മിലും അത് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അതേ സ്വഭാവം നമ്മിൽ വെളിപ്പെടട്ടെ. കർത്താവ് കൃപ തരുമാറാകട്ടെ. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരാം. ഇവിടെ വിളിയും സ്വഭാവവും ആ ത്രിയേക ദൈവത്തിൻ്റെ രീതിയിൽ തന്നെ ദൈവസഭയിൽ നടന്നു. ഇന്നും ദൈവം അത് ആഗ്രഹിക്കുന്നു. അതാണല്ലോ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ സഭയുടെ കെട്ടുപണിയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ആ സഭയുടെ പണിയിൽ ത്രിയേക ദൈവത്തിൻ്റെ തുല്യമായ പങ്കാളിത്തം, ആ തുല്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. എല്ലാ റെഫറൻസുകളും വാക്യങ്ങളും എടുത്തു വായിക്കാതെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ പണിയെക്കുറിച്ച് പറയുമ്പോൾ കൃപാവരങ്ങൾ നൽകിയാണ് ദൈവസഭയുടെ പണി നടക്കുന്നതെന്ന് നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതിൽ പിതാവ് നൽകുന്നതും പുത്രൻ നൽകുന്നതും പരിശുദ്ധാത്മാവ് നൽകുന്നതും ഇവർ മൂന്നുപേരും കൂടെ ആ സഭയുടെ പണിയിൽ തുല്യമായ പങ്കിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. ദൈവസഭയുടെ പണിയിൽ റോമാലേഖനം 12:3 പിതാവായ ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൃപാവരം കൊടുത്ത് ദൈവസഭയുടെ പണി നടത്തുന്നു എന്ന് വായിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്ക്, ദൈവമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഈ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് അറിയിച്ച് ക്രമീകരണം നടത്തുന്നതെന്ന്. അതുകൊണ്ട് ആ വാക്യവും നമുക്കതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് തൻ്റെ ഇഷ്ടം പോലെ കൃപാവരങ്ങളെ നൽകി ദൈവസഭയുടെ പണി നടത്തുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12:4 പരിശുദ്ധാത്മാവാണ് തനിക്ക് ബോധിച്ചതുപോലെ കൃപാവരങ്ങൾ കൊടുത്ത് ഒരു ശരീരമായി ദൈവസഭയെ പണിതുകൊണ്ടിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൃപാവരങ്ങൾ കൊടുത്ത് ദൈവസഭ പണിയുന്നതിൽ ത്രിയേക ദൈവത്തിൻ്റെ തുല്യത, ആ പ്രവൃത്തിയിലെ ഐക്യത, സഭയുടെ നിർമ്മിതിയിലെ, സഭയുടെ നിർമ്മാണത്തിലെ ഐക്യത നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, തിരുവെഴുത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലെ ഐക്യത സഭയോട് ബന്ധപ്പെട്ട് നാം ഇവിടെ കാണുന്നു. അങ്ങനെയെങ്കിൽ അതേ സ്വഭാവം ദൈവസഭയിലും പ്രകടമാക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പ്രകടമായിട്ടുമുണ്ട്. അതിന് സൂചന നൽകുന്ന ചില വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരാണ്. ഞാൻ വേലക്കാരൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ബഹുവചനമാണ്. അവിടെ ഒരു ഐക്യതയുടെ, ദൈവസഭയുടെ പ്രവർത്തനത്തിൽ, ദൈവസഭയുടെ നിർമ്മാണത്തിൽ, ദൈവസഭയുടെ വളർച്ചയിൽ, ദൈവസഭയുടെ സന്ദേശവുമായി അനേക സ്ഥലങ്ങളിൽ പോയി പുതിയ സഭാ കൂടിവരവുകൾ ആരംഭിച്ച ആ ദൈവദാസൻ പറയുകയാണ്, ഞങ്ങളാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. അവിടെ ഒരുമയുടെ വാക്ക് കാണുകയാണ്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവം ഒരുമിച്ച് നിന്ന് ദൈവസഭ പണിയുന്നത് പോലെ അതേ സ്വഭാവം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, ഞങ്ങൾ ഒരുമിച്ചാണ് പണിയുന്നത്. നാം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഞങ്ങൾ പണിയുന്നത്. ത്രിയേക ദൈവം ഏത് അടിസ്ഥാനമാണോ ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം, ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഇത് നമ്മെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. എഫേസ് ലേഖനം 2:20 ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മെ ആത്മീക സൗധമായി പണിതുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുമയുള്ള, എല്ലാ വിശ്വാസികളും ചേർന്നുള്ള
ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ദൈവസഭയെന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12:25 ഈ ദിവ്യ സ്വഭാവം നാം പ്രകടമാക്കണം. ഒരു രീതിയിലും അവിടെ ഒരു ഭിന്നതയുടെ സ്വരം ഉണ്ടാകാൻ പാടില്ല. ശരീരത്തിൽ ഭിന്നത വരാതെ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സഭാ നിർമ്മാണത്തിൽ ഒരു ഭിന്നതയും ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ മക്കൾ, ഒരു സ്ഥലം സഭയിൽ കൂടി വരുന്ന ദൈവജനം, അവരുടെ സ്വഭാവം അത് തന്നെ ആയിരിക്കണം. ദൈവസഭയാകുന്ന ശരീരത്തിൽ ഭിന്നത വരാതെ ദൈവ സ്വഭാവം പ്രകടമാക്കുവാനാണ് സ്വർഗം ഓരോ വ്യക്തിയെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് സ്നാനത്തിലൂടെ പ്രാദേശിക സഭയുടെ അംഗമാക്കി തീർത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്വഭാവം വെളിപ്പെടുത്തുക, അതിന് വിരുദ്ധമായ ഒരു കാര്യവും ദൈവസഭയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്ന് ദൈവം ഇവിടെ നിഷ്കർഷിക്കുന്നു, ശക്തമായ ദൂത് നൽകുന്നു. പിന്നീട് നാം 14:12 വായിക്കുന്നുണ്ട്, സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കണം. അർത്ഥം ഇത് തന്നെ, ദൈവം സഭയുടെ വളർച്ചയ്ക്കും ആത്മീക വർധനവിനും വേണ്ടിയാണ് ദൈവസഭയെ വളർത്തുന്നത്, പണിയുന്നതെങ്കിൽ അതേ സ്വഭാവം വിശ്വാസിക്കും. സഭയുടെ ആത്മീക വർധന അത് എഫേസ് ലേഖനം 4:16 ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനനുസരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിശ്വാസികൾക്കും, കർത്താവ് രക്ഷിച്ച എല്ലാ ദൈവ പൈതങ്ങൾക്കും, ദൈവത്തിൻ്റെ സഭയിലെ ഓരോ അംഗങ്ങൾക്കും, എൽഡേഴ്സിനോ സുവിശേഷകന്മാർക്കോ മാത്രമല്ല, എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൈവസഭയുടെ പണിയിൽ ഓരോരോ പങ്കുണ്ട്. ഓരോരോ കൃപാവരങ്ങൾ അതിനുവേണ്ടി തന്നിട്ടുണ്ട്. അത് ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി നിന്നുകൊണ്ട് ദൈവസഭയിൽ അത് പ്രകടമാക്കുക, ആ ഐക്യത വെളിപ്പെടുത്തുക. ദൈവസഭയുടെ പണിയിൽ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവമായ ഐക്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ പ്രകടമാക്കുവാനുള്ള ഉത്തരവാദിത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. ആ നിലയിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസഭ കെട്ടുപണിയുന്നതിൽ, ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക് ത്രിയേക ദൈവം എന്ത് വില കൊടുക്കുന്നുവോ, എന്ത് മൂല്യം കൽപ്പിക്കുന്നുവോ, അതേ വില നൽകി, അതേ മൂല്യം നൽകി, ആ സ്വഭാവത്തിന് കൂട്ടാളിയായി അത് പ്രകടമാക്കി ജീവിക്കുന്നതിനാണ് എന്നെയും നിങ്ങളെയും ഓരോ സ്ഥലം സഭയിൽ സ്വർഗം ആക്കി വച്ചിരിക്കുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി. ദൈവസഭയുടെ കെട്ടുപണിയിൽ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ, ആ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭയിൽ അതിൻ്റെ കെട്ടുപണിക്ക്, അതിൻ്റെ ആത്മീക വളർച്ചയ്ക്ക്, അതിൻ്റെ നന്മയ്ക്ക്, പ്രയോജനത്തിന് ആ ദൈവ സ്വഭാവം വെളിപ്പെടുത്തി നിലനിൽക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ ശക്തിയിൽ, ആ കൃപയിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നേറാം. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരട്ടെ. ഈ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത 2 നിലയിലാണെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, സംബോധന ചെയ്യുന്ന കാര്യത്തിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും അവരുടെ ഐക്യതയ്ക്ക് വ്യത്യാസമില്ല. രണ്ടാമത്തെ ആശയം ഞാൻ പറഞ്ഞത്, സുവിശേഷത്തോട് ബന്ധപ്പെട്ട് ദൈവസഭയുടെ ക്രമീകരണത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത വെളിപ്പെടുകയാണ്. ഒരു സ്ഥലം സഭയിൽ ഏതെല്ലാം ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ടെന്ന് അവിടെ പ്രകടമാകും. മൂന്നാമത്തെ ആശയം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഒരുക്കിയ രക്ഷ, ആ രക്ഷയെക്കുറിച്ച് അറിയിക്കുന്ന കാര്യത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത നമുക്ക് കാണാം. രക്ഷ ലോകത്തിൻ്റെ മുമ്പാകെ അറിയിക്കുന്ന കാര്യത്തിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സുവിശേഷീകരണത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത കാണാം. അതേ ഐക്യതയ്ക്കാണ് നമ്മളെയും ആക്കിയിരിക്കുന്നത്. ഞാൻ ചില വാക്യങ്ങൾ സൂചിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സന്ദേശം കർത്താവ്
നിക്കോദെമോസിനോട് പറയുകയാണ്. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ ലക്ഷ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. പിതാവ് പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകുകയില്ല. പിതാവിൻ്റെ ആഗ്രഹമാണ്. പിതാവ് അത് പ്രഖ്യാപിക്കുന്നു. രണ്ടാമത് നാം കാണുന്നത് എബ്രായർ 2:3, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അവിടെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. പുത്രൻ മുഖാന്തരം ഒരുക്കിയ രക്ഷ, താൻ തന്നെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരുക്കിയ രക്ഷ, അത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്. അവിടെ പിതാവിനോടൊപ്പം നിന്നുകൊണ്ട് പുത്രൻ ഈ സുവിശേഷ സന്ദേശം, ഈ രക്ഷയുടെ സന്ദേശം ലോകത്തറിയിക്കുവാൻ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 13-4 പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തിക്ക് വേണ്ടി യത്നിക്കുന്നതായി നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുന്ന കാര്യത്തിൽ അന്നും ഇന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഏറ്റക്കുറച്ചിലില്ലാതെ, ഐക്യതയോടുകൂടെ നിന്ന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ദൈവം സുവിശേഷീകരണത്തിൽ, രക്ഷ ലോകമെമ്പാടും അറിയിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ആ പ്രവൃത്തി നടക്കുക, എല്ലാ മണിക്കൂറുകളിലും അത് നടക്കുകയാണ്. അതിനൊരു വ്യത്യാസവുമില്ല. അതാണ് ആ ദൈവത്തിൻ്റെ സ്വഭാവം. രക്ഷ അറിയിക്കുന്ന കാര്യത്തിൽ, സുവിശേഷീകരണത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഇതേ ഐക്യത ദൈവസഭയിലും നാം കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-14 അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. 11 പേരും ഒരുമിച്ച ഒരേ ലക്ഷ്യത്തിലാണ്. ഈ സുവിശേഷീകരണത്തിൽ അവർ 11 പേരെ അപ്പോഴുള്ളൂ. അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ത്രിയേക ദൈവം രക്ഷയെക്കുറിച്ച് അറിയിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണോ ഒരുമിച്ച് നിൽക്കുന്നത്, അതേ മനസ്സിൽ. പത്രോസല്ലേ പ്രസംഗിക്കുന്നത്, ഞങ്ങളങ്ങോട്ട് മാറി നിന്നേക്കാം? അല്ല, അവരൊരുമിച്ച് അവിടെ നിന്ന് ആ ശുശ്രൂഷ നിവൃത്തീകരിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 31 നാം അത് കാണുന്നുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഒരുമിച്ചാണ് ആ കാര്യം. 33 അങ്ങനെ തന്നെ നാം കാണുന്നു. എല്ലാവരും കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഒരുമിച്ചാണവർ, ഒരുമിച്ച് മാറി നിൽക്കുന്ന ഒരു രീതിയില്ല. ഇത് സുവിശേഷകന്മാരുടെ പരിപാടിയാണ്? അല്ല, അങ്ങനെ ചിന്തയില്ല. ഇത് അപ്പസ്തോലന്മാരുടെ കാര്യമാണ്? ഇല്ല, അങ്ങനെ ചിന്തയില്ല. കാരണം ത്രിയേക ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു മടിയും കൂടാതെ ആ സ്വഭാവം അവർ വെളിപ്പെടുത്തുവാൻ, രക്ഷ അറിയിക്കുന്ന കാര്യത്തിൽ, സുവിശേഷീകരണത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിതറിപ്പോയവർ ഒരുമിച്ച് ആ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷീകരണത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം അവർ പ്രകടമാക്കി. പ്രിയമുള്ളവരെ, ഇന്നും ഇത് സുവിശേഷകന്മാരുടെയും സഭയിലെ മൂപ്പന്മാരുടെയും മാത്രം ഒരു ശുശ്രൂഷയായിട്ട് ദൈവം വെച്ചിരിക്കുന്നതല്ല. എല്ലാ ദൈവജനത്തിനും, ചിലപ്പോൾ ജോലിയുള്ളവരും വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരും ഒക്കെ ആയിരിക്കാം. അതൊന്നും തെറ്റായിട്ട് തിരുവെഴുത്ത് പറയുന്നില്ല. പക്ഷെ ഒരു സ്ഥലം സഭയുടെ സുവിശേഷീകരണത്തിൽ എല്ലാവർക്കും ഒരു മനസ്സാ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യത്തിൽ, മുൻപിൽ നിന്ന് ആര് പ്രസംഗിച്ചാലും അവർ ഒരു മനസ്സാ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥലം സഭകളിൽ ആ സ്വഭാവം പ്രകടമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അത് പ്രകടമായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരട്ടെ. ഒരുമിച്ച് നിന്ന് സ്ഥലം സഭയിലെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, ചിന്ത എന്താണ്, അതിനുവേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണ് നടക്കുന്നത്, സ്ഥലം സഭയിലെ പ്രവർത്തനം എന്നാണ് നടക്കുന്നത്, സുവിശേഷീകരണ ദൗത്യത്തിൽ ത്രിയേക ദൈവത്തോടൊപ്പം നിന്ന് നാം എന്താണ് ചെയ്യുന്നത്, സ്ഥലം സഭകളുടെ ദൗത്യം എത്രത്തോളം നാം ചെയ്യുന്നു, ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ച് ആ ദിവ്യ സ്വഭാവം രക്ഷയറിയിക്കുന്ന കാര്യത്തിലും സുവിശേഷീകരണത്തിലും നമ്മുടെ സ്ഥലം സഭകളിൽ സ്ഥായിയായി നിൽക്കുവാൻ, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒറ്റ ആശയം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തട്ടെ. നമ്മുടെ കർത്താവ് ഉടമസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഐക്യതയുടെ വാക്ക് പറയുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ, മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ വാക്ക് ഞാനൊന്ന് ആവർത്തിക്കുന്നു. 17-ാം അധ്യായം 10-ാം വാക്യം, എൻ്റേതെല്ലാം നിൻ്റേതും
നിൻ്റേത് എൻ്റേതുമാകുന്നു. അവിടെ ഒരു വേർതിരിവില്ല. പിതാവിനോട് പുത്രൻ പറയുക, പിതാവേ, നിൻ്റെതല്ല എൻ്റെതാണ്, എൻ്റെതെല്ലാം നിൻ്റേതാണ്. ഒരു വ്യത്യാസവും നമ്മൾ തമ്മിലില്ല. ഉടമസ്ഥാവകാശത്തിൽ ഒരു വ്യത്യാസവുമില്ല പിതാവേ എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഈ സ്വഭാവം, അവരുടെ ഉടമസ്ഥതയുടെ കാര്യത്തിൽ ഒരു ഭിന്നതയും അവിടെയില്ല. തുല്യമായ ഇടപെടലാണ് അവിടെ നാം കാണുന്നത്. ആ ഐക്യത തുല്യമാണ്. ഇത് നിൻ്റേതാണ്, ഇതെൻ്റേതാണ്, ഒരു വാക്കവിടെ ഇല്ല. നിൻ്റേതെല്ലാം എൻ്റേതും, എൻ്റേതെല്ലാം നിൻ്റേതും. ഇതേ സ്വഭാവം പ്രകടമായി ആദിമ നൂറ്റാണ്ടിൽ. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:44 47 വിശ്വാസത്തിലേക്ക് വന്നവർ ചെയ്ത കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 45 മുതൽ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകായി എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും അവർ എല്ലാവരും ഒരുമനപ്പെട്ട് അവർക്കുള്ളതെല്ലാം തുല്യമായി അവർ കാണുന്ന മനസ്സിനെ നാം അവിടെ കാണുകയാണ്. പിന്നീട് 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലും അതേ കാര്യം കാണുന്നു. തനിക്ക് ഉള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. ഉടമസ്ഥാവകാശത്തിൻ്റെ കാര്യത്തിൽ ത്രിയേക ദൈവത്തിന് തുല്യതയാണ്. അതേ തുല്യത ദൈവജനത്തിൻ്റെ നടുവിലും ഉണ്ടായി. എന്നാൽ ഇവിടെ ദുഃഖകരമായൊരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ കർത്താവ് ഈ സ്വഭാവം ദൈവസഭയിൽ പ്രകടമാകാൻ ആഗ്രഹിച്ച് ആ സ്വഭാവം വെളിപ്പെടുത്തുകയും അവർ അത് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒരു കുടുംബം എക്കാലത്തേക്കും അവരുടെ പ്രവൃത്തി നിമിത്തം ഒരിക്കൽ പോലും പിന്നീട് ലോകവ്യാപകമായി ദൈവത്തിൻ്റെ ഈ നല്ല സ്വഭാവത്തെ ലോകത്തിൽ പ്രകടമാകുവാൻ തടസ്സം നിന്ന ആ കുടുംബത്തെ, അനന്യാസിനെയും സഫീരയെയും നാം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണുന്നു. ദിവ്യ സ്വഭാവം. പിന്നീട് പ്രാദേശികമായി ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ദൈവസഭകളിൽ പൂർണ്ണമായി അത് നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് വ്യക്തിപരമായി അത് ചെയ്യാം. എനിക്ക് ദൈവം തന്നതിനെ ദൈവജനത്തിനുള്ളതാണെന്ന് ചിന്തിക്കുവാൻ എനിക്ക് കഴിയും. ആ ദിവ്യ സ്വഭാവത്തിന്, അവിടെ ഞാൻ തുറന്നു പറയുകയാണ്, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ എല്ലാവർക്കും കഴിയാത്ത ഈ കാലത്ത്, ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാം എല്ലാവർക്കും കഴിയുന്നതാണ്. പക്ഷെ ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തിപരമായെങ്കിലും കുടുംബപരമായെങ്കിലും സഭകൾക്ക് ചുരുക്കമെങ്കിലും അതിലേക്കൊന്ന് വരാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നന്മയാണ്. നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്, അത് ദൈവജനത്തിനുള്ളതാണ്, എനിക്കതിന് അവകാശമില്ല എന്നുള്ള മനസ്സ് ഈ ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവം തന്നിട്ടുണ്ട്. അനേകർക്കതുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ദിവ്യ സ്വഭാവം ദൈവസഭയിൽ, അതിൻ്റെ 4 ആശയങ്ങളാണ് ഇന്ന് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സംബോധനയിൽ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അത് ദൈവസഭയിൽ പ്രകടമായി, ദൈവസഭയുടെ നിർമ്മാണത്തിൽ അത് ദൈവസഭയിൽ പ്രകടമായി, രക്ഷ അറിയിക്കുന്ന കാര്യത്തിൽ അത് ദൈവസഭയിൽ പ്രകടമായി, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള നിലപാടിൽ ഐക്യതയുണ്ടായിരുന്നു, അത് ദൈവസഭയിൽ പ്രകടമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ഈ ദിവ്യ സ്വഭാവങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് നീങ്ങിയാൽ സ്ഥലം സഭകൾ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി നിലനിൽക്കും. അതിന് കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള ചിന്തകൾ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.